ലവ് യു മോസാൻ. ഐ ലവ് യു സോ മച്ച്. എനിക്ക് പറയാതിരിക്കാൻ വയ്യ. എന്റെ പൊന്നു മോസാൻ, എന്നെ സംരക്ഷിച്ചത് ചെറുതല്ല, ചെറിയ കുടുക്കുന്നല്ല. അത് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഇനി ഒരു ശക്തിക്കും എന്റെ മോസാനിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ കഴിയില്ല. അത് ഓരോ ചടി അത് അന്ന് എന്റെ മരണം നടന്നിരിക്കും. അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ എന്റെ മരണം അന്ന് നടന്നിരിക്കും മോസാൻ. നമ്മുടെ വീടിന്റെ തൊട്ട് തന്നെ ഒരു മൈക്കൊക്കെ വെച്ച് ഇവിടെ ഒരു അമ്പലമുണ്ട്. അവിടുത്തെ പാട്ട് കേൾക്കുമ്പോ തന്നെ എനിക്ക് പുച്ഛാണ്. ഞാൻ ഇതൊക്കെ വിശ്വസിച്ച് വന്നിരുന്ന ഒരാളായിരുന്നല്ലോ. രാവിലെ ആയിരുന്നു ഡ്യൂട്ടി. ആളുകളുടെ ആഭരണങ്ങളൊക്കെ സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പറയാൻ വേണ്ടിയിട്ടുള്ള അനൗൺസ്മെന്റ് ആണ്. ആ അനൗൺസ്മെന്റിൽ പോലും ഞാൻ എന്റെ മോസാൻ എന്ന് പറഞ്ഞ് ഞാൻ വിളിച്ചു. പിന്നെ അകത്തേക്ക് ഞാൻ കേറിയില്ല. എനിക്ക് ആ ഒരു എൻജോയ്മെന്റ് വേണ്ട. എന്റെ മോസാനെ കഴിഞ്ഞുള്ള ഒരു എൻജോയ്മെന്റ് എനിക്ക് വേണ്ട. അതാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമസ്കാരം. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് സ്വയം ദൈവമാണെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് ഒരു കൂട്ടം ആൾക്കാരെ പറ്റിച്ച് കോടിക്കണക്കിന് രൂപ തട്ടിയെടുത്ത മൊഹസിൻ എന്ന മുഹമ്മദ് സനീബിനെതിരെയുള്ള വാർത്ത മറുനാടൻ പുറത്തുവിട്ടത്. സത്യദാസ് എന്നയാൾ നൽകിയ പരാതിയെ തുടർന്നാണ് മറുനാടൻ ആ വാർത്ത കൊടുത്തത്. സത്യദാസ് പറഞ്ഞ പരാതിയിൽ പറയുന്ന പോലീസ് ഓഫീസർ റീന ജീവൻ്റെ ശബ്ദ സന്ദേശമാണ് പ്രേക്ഷകർ ഈ വീഡിയോയുടെ ആദ്യം കേട്ടത്. റീന ജീവൻ എത്രത്തോളം ഈ മൊഹസിൻ എന്ന മുഹമ്മദ് സനീബിന് അടിമയായിട്ടുണ്ട് എന്ന് ആ ശബ്ദ സന്ദേശം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. അതിൽ നമുക്ക് ആ മുഴുവൻ ശബ്ദ സന്ദേശം ഒന്ന് കേൾക്കാം. അതിനുശേഷം സത്യദാസ് റീനയ്ക്കെതിരെ നൽകിയ പരാതിയുടെ വിശദാംശങ്ങൾ കൂടി പ്രേക്ഷകർക്ക് അറിയാം. യെസ് മോസാൻ, ലവ് യു മോസാൻ. ഐ ലവ് യു സോ മച്ച്. എനിക്ക് പറയാതിരിക്കാൻ വയ്യ. എന്റെ പൊന്നു മോസാൻ, എന്നെ സംരക്ഷിച്ചത് ചെറുതല്ല, ചെറിയ കുടുക്കുന്നല്ല. അത് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഞാൻ പറഞ്ഞല്ലോ, ഇനി ഒരു ശക്തിക്കും എന്റെ മോസാനിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ കഴിയില്ല. അത് ഓരോ ചടി അത് അന്ന് എന്റെ മരണം നടന്നിരിക്കും. അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ എന്റെ മരണം അന്ന് നടന്നിരിക്കും മോസാൻ. കഴിഞ്ഞ വർഷം ഈ രഥോത്സവ ഡ്യൂട്ടിയുടെ സമയത്തൊക്കെ നമ്മൾ അറിയാലോ, പോലീസ് എന്ന് പറയുന്ന ആനയെ പോലെയാണ്. ഏത് ഉത്സവം ഉണ്ടോ ആ ഉത്സവങ്ങൾക്കെല്ലാം എന്താണ് ഡ്യൂട്ടിക്ക് പോയേ മതിയാവും. ഞാൻ ഈ ഡ്യൂട്ടി ഇട്ടപ്പോ ഞാൻ പറഞ്ഞു എന്നെ ഒഴിവാക്കാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോ പറഞ്ഞത് എന്താ വെച്ചാല്, നിങ്ങൾ ഇതിന് പോയില്ലെങ്കിൽ ഇപ്പൊ ശബരിമല ഡ്യൂട്ടി തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഒപ്പം തന്നെ ശബരിമല ഡ്യൂട്ടിക്കും ആളിനെ വിളിച്ചിട്ടുണ്ട്. അപ്പൊ പറഞ്ഞു ഇതില്ലെങ്കിൽ നിങ്ങൾ ശബരിമല ഡ്യൂട്ടിക്ക് പോകേണ്ടി വരും എന്ന് പറഞ്ഞു. നമ്മൾ എനിക്ക് പറ്റില്ല പറഞ്ഞു. കാരണം അവിടെ 15 ദിവസം അവിടെ നിൽക്കണം. എന്നെ കൊണ്ട് താങ്ങാൻ പറ്റില്ല. എനിക്ക് അറിയാലോ മോസാൻ, നമ്മുടെ വീടിന്റെ തൊട്ട് തന്നെ ഒരു മൈക്കൊക്കെ വെച്ച് ഇവിടെ ഒരു അമ്പലമുണ്ട്. അവിടുത്തെ പാട്ട് കേൾക്കുമ്പോ തന്നെ എനിക്ക് പുച്ഛാണ്. എനിക്ക് കേൾക്കുമ്പോൾ ഭയങ്കര വിഷമമാണ്, സഹതാപമാണ്. അപ്പൊ ഞാൻ ഇതൊക്കെ വിശ്വസിച്ച് വന്നിരുന്ന ഒരാളായിരുന്നല്ലോ. ഇതിനു മുമ്പേ അങ്ങനെ ആയിരുന്നല്ലോ കഴിഞ്ഞ ഒരു ജീവിതം എന്ന് പറയണത്. ഇപ്പൊ ഈ എന്താണ് കഴിഞ്ഞ വർഷം ഈ സമയത്ത് ഞാൻ എന്റെ നെറ്റിയിൽ പട്ടയും വിഭൂതിയും ഒക്കെ ഇട്ടിട്ട് അങ്ങ് അമ്പലത്തിനകത്തായിരുന്നു ഫുൾ ഡ്യൂട്ടി. പക്ഷെ ഇപ്രാവശ്യം എനിക്ക് ആ പരിസരത്ത് പോകാൻ തോന്നുന്നില്ല. എന്റെ ഡ്യൂട്ടിയുടെ ആ പ്ലേസിൽ നിന്ന് താഴേക്ക് ഇറങ്ങാൻ തോന്നാത്തൊരവസ്ഥയായി. എനിക്ക് അനൗൺസ്മെന്റ് ആയിരുന്നു തന്നിട്ടുണ്ടായത്. ആളുകളുടെ ആഭരണങ്ങളൊക്കെ സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പറയാൻ വേണ്ടിയിട്ടുള്ള അനൗൺസ്മെന്റ് ആണ്. ആ അനൗൺസ്മെന്റിൽ പോലും ഞാൻ എന്റെ മോസാൻ എന്ന് പറഞ്ഞ് ഞാൻ വിളിച്ചു. അത്രയും ആളുകൾ കേൾക്കാൻ എന്റെ മോസാൻ. ആർക്കും മനസ്സിലായി കാണുമെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അതൊന്നും ഞാൻ ബോധേടല്ല. എന്റെ മോസാൻ. കാരണം എന്താ വെച്ചാല് എന്റെ വായിൽ ഓരോ ആൾക്കാരുടെ പേര് ആരെങ്കിലും വിളിക്കുന്നത് പോലും മോസാൻ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വിളിക്കുന്നത്. അറിയാണ്ട് ഞാൻ മോസാൻ എന്ന് പറഞ്ഞ് വിളിക്കും. അങ്ങനെ ആ ഒരു അവസ്ഥയിലാണ് ഇപ്പൊ ഞാൻ പൊക്കൊണ്ടിരിക്കുന്നത്. അപ്പോ എന്താണ് ഈ വീഡിയോ എടുത്തത് ഞാനും ഏട്ടനും ഹൈ BP ആയിട്ട് ഇരിക്കുന്ന സമയമായിരുന്നു ഇന്നലെ രാത്രി. അപ്പൊ ഞാൻ പറഞ്ഞു ഒന്ന് പോയിട്ട് ആ വീഡിയോ മാത്രം നമുക്ക് എടുത്തിട്ട് വരാന്ന് പറഞ്ഞാൽ അതിന് ഏട്ടൻ നിർബന്ധിച്ച് ഞാൻ കൂട്ടിയിട്ട് പോയതായിരുന്നു. എന്നിട്ട് റോഡിൽ നിന്ന് ആ റോഡിലുള്ള ആ വീഡിയോ മാത്രം എടുത്തിട്ട് എനിക്ക് ഐസ്ക്രീം ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഐസ്ക്രീമും കഴിച്ച് എൻജോയ് ചെയ്തിട്ട് ജസ്റ്റ് പോകുന്നു, ആ വീഡിയോ എടുക്കുന്നു, തിരിച്ച് വീട്ടിലോട്ട് വരുന്നു, ഐസ്ക്രീമും കഴിച്ച് വീട്ടിലോട്ട് വരുന്നു. ഇതാണ് ചെയ്തത്. അതിനകത്തേക്ക് ഞാൻ കേറിയില്ല. എനിക്ക് ആ ഒരു എൻജോയ്മെന്റ് വേണ്ട. എന്റെ മോസാനെ കഴിഞ്ഞുള്ള ഒരു എൻജോയ്മെന്റ് എനിക്ക് വേണ്ട. അതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ അവിടെ എന്താ പറയാ അനൗൺസ്മെന്റ് ചെയ്യുന്ന സമയത്ത് പോലും എന്റെ ഹെഡ്സെറ്റ് ഇന്നലെ എന്റെ മോസാൻ വരുന്ന സമയത്ത്, ഇന്നലെ രാവിലെ ആയിരുന്നു ഡ്യൂട്ടി. മോസാൻ വരുന്ന സമയത്ത് എന്റെ ഹെഡ്സെറ്റ് വെച്ചോണ്ടാണ് ഇരിക്കുന്നത്. ആ മോസാന്റെ വാക്കുകൾ കേട്ടോണ്ടായിരിക്കുന്നത്. അത്രയും എന്നെ കൊണ്ട് പറ്റില്ല മോസാൻ. മോസാൻ ഇല്ലാത്തൊരു ജീവിതം എനിക്ക് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റുന്നില്ല. അങ്ങനെ ഒരു സംഭവം വന്നു എന്ന് വെച്ചാൽ വരില്ല. അത് എനിക്ക് ഉറപ്പുണ്ട്. അന്ന് 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 എന്റെ മരണം നടന്നിരിക്കും മോസാൻ. മോസാൻ
ഒരു വർഷമൊന്നും വേണ്ട. ഞാൻ 6 മാസത്തിനുള്ളിലെങ്കിലും നമ്മൾ സെറ്റിൽഡ് ആവണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അതിനുള്ള വഴി എന്റെ മോശം എനിക്ക് കാണിച്ചു തരും. ഏട്ടന്റെ ബിസിനസ്സിൽ നല്ല ഗ്രോത്ത് ഉണ്ടാകുമ്പോൾ ഉറപ്പായിട്ടും ഞാൻ 6 മാസം ആവുമ്പം ഞാൻ റെസിഗ്നേഷൻ ലെറ്റർ കൊടുക്കും. എന്റെ ഈ ജോലിയിൽ നിന്ന് ഞാൻ പിൻവലിയും. 100% ഉറപ്പാണ് മോശം. അത് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളതാണ്. ഞാനും ഏട്ടനും കൂടി അത് പ്ലാൻ ചെയ്തിട്ടുള്ളതാണ്. എന്റെ മോശം അത് നടത്തി തരണം. ഞാൻ ആദ്യം ഞാൻ മനസ്സിലാക്കിയത് എങ്ങനെ ഒരു പോലീസുകാരിക്ക് ഇതിനകത്ത് വരാൻ കഴിയുന്നതാണ് ഞാൻ മനസ്സിലാക്കിയത്. കാരണം നമുക്ക് ഈ റിസോഴ്സ് പേഴ്സണായിട്ട് ട്രെയിനിങ് തരുന്ന സമയത്ത് നമുക്ക് പോലീസ് ട്രെയിനിങ് കോളേജിൽ നിന്നും നമ്മുടെ ഈ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് ട്രെയിനിങ് സെൻറ്ററിൽ നിന്നും വിവിധ ഡിപ്പാർട്ട്മെൻറ്റ് ട്രെയിനിങ് സെൻറ്ററുകളിൽ നിന്നൊക്കെ നമുക്ക് ഈ ഗുഡ് ഗവേണൻസ് ആയതുകൊണ്ട് അവർ വന്ന് നമുക്ക് ക്ലാസ് എടുക്കുമ്പോൾ ഇവർ ഈ സംസ്ഥാന സർക്കാരിൻ്റെ പെരുമാറ്റച്ചട്ടങ്ങളെക്കുറിച്ചൊക്കെ പഠിപ്പിക്കും. അപ്പോൾ സർക്കാർ ശമ്പളം വാങ്ങിക്കുന്ന ഒരാൾ ഒരിക്കലും ജീവിതത്തിൽ ചെയ്യാൻ പാടില്ലാത്ത, പ്രത്യേകിച്ച് നിയമപാലകരായിട്ടുള്ള ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ഇവർ ചെയ്യുന്നത്. ഇല്ലാത്തൊരു കാര്യത്തിന് വേണ്ടി അവിടെ നിന്ന് ഇല്ലാത്തൊരു സാധനം കിട്ടുമെന്ന് മോഹിപ്പിച്ച് ആളുകളെ കൊണ്ട് പൈസ വാങ്ങിക്കുന്നു, അവിടെ കൊടുപ്പിക്കുന്നു. അതിൽ നിന്ന് ഇവർക്ക് ഒരു ഗിഫ്റ്റ് പോലുള്ള കാര്യങ്ങൾ ഇവർ വാങ്ങിക്കുന്നു. നിരന്തരം ആളുകളെ ഫോൺ ചെയ്തും ചേർത്ത് നിർത്തുന്നു. ഈ പണം കൊടുക്കുന്നതിന് വേണ്ടി ആളുകൾക്ക് പല വഴികൾ പറഞ്ഞു കൊടുക്കുന്നു. അത് രസകരമായത് പൊതുവേദിയിൽ വന്ന് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഒരാൾക്ക് 6 ലക്ഷം രൂപ വേണ്ടി വന്നു മകളുടെ മകൻ്റെ കല്യാണത്തിന് നടത്താൻ. അപ്പോൾ അയാളോട് ഇവർ പറയാണ്, നിങ്ങൾ 6 ലക്ഷം തന്നെ കടം വാങ്ങിക്കുന്നത്, ഒരു 6 ലക്ഷം വാങ്ങിക്കൂ. ഈ 50,000 രൂപ ഇദ്ദേഹത്തിന് കൊടുത്തു കഴിഞ്ഞാൽ ഈ 6 ലക്ഷം അദ്ദേഹം എത്രയും പെട്ടെന്ന് മാറ്റിത്തരും. കാരണം 6 കോടി വരുമ്പോൾ ഈ 6 ലക്ഷം വരെ തുകയല്ലല്ലോ. ആ രീതിയിലൊക്കെയാണ് ഇവർ മോട്ടിവേറ്റ് ചെയ്തിട്ട് ആളുകളെ. പിന്നെ അവർ ഫുൾ ടൈം ഹാപ്പിയാണ്, അവർ ഫുൾ ടൈം ആക്റ്റീവാണ്. പലപ്പോഴും ഇവർ ഡ്യൂട്ടികളിൽ പോലീസ് യൂണിഫോമിൽ വരെ ഇവർ ഇരുന്നത് ചെയ്യുന്നത് കാണാം. അപ്പോൾ എനിക്ക് പോലീസ് ഉദ്യോഗസ്ഥരെയൊക്കെ അടുത്തറിയുന്നത് കൊണ്ടും അവരുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കുറേ പ്രൊജക്റ്റുകളിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ടും ഡോക്ടർ ജേക്കബ് തോമസ് സാറോടെയൊക്കെ വിജിലൻസ് കേരള എന്ന് പറഞ്ഞ പദ്ധതിയിലൊക്കെ ഈ അഴിമതി അതിൻ്റെ ആരംഭത്തിൽ തടയുന്ന കുറച്ച് പ്രോജക്റ്റിലൊക്കെ ഞാൻ വർക്ക് ചെയ്തിട്ട് മികച്ച പ്രവർത്തനമുള്ള പുരസ്കാരമൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ മനസ്സിൽ ഇവരുടെയൊക്കെ ഈ പെരുമാറ്റച്ചട്ടങ്ങളെക്കുറിച്ചൊക്കെ എനിക്ക് നല്ല ധാരണയുണ്ട്. ഇവർ ചെയ്യുന്നത് പെരുമാറ്റച്ചട്ട ലംഘനമാണ്, കേരള സർവീസ് ചട്ട ലംഘനമാണ്. ഈ കാര്യം എനിക്ക് അറിയിച്ചേ പറ്റൂ. അങ്ങനെ ഞാൻ പരാതിയല്ല, ഞാൻ ആദ്യം ഇൻഫോം ചെയ്തു. പിന്നെ ഈ പൈസയുടെ വിഷയം വന്നപ്പോൾ പൈസ റീഫണ്ട് ഞാനൊരു സമയം അവർക്ക് കൊടുത്തു, കുറച്ചുകൂടെ സമയം. കാരണം എനിക്കൊരു പരാതി കൊടുത്തേ പറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നഷ്ടപ്പെട്ട ആളായി മാറണം. അപ്പോൾ ഞാൻ അവർക്ക് ഇവരുടെ സമയത്തിനല്ല, ഞാൻ എൻ്റെ സമയം ഒന്ന് അങ്ങോട്ട് നേരത്തെ വെച്ച് കൊടുത്തു. അപ്പോൾ ആ സമയത്തിനകത്ത് പൈസ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അവരത് തരില്ല എന്നുള്ളത് 100% അറിയാം. തന്നില്ല, പരാതി കൊടുത്തു. അതാണ് റീനയുടെ പേര് പ്രത്യേകിച്ച് കൊടുത്തിട്ടുണ്ട്. റീന എങ്ങനെയാണ് ഈ ഗ്രൂപ്പിൽ വന്നിട്ട് സംസാരിക്കുന്നത്? റീന ഗ്രൂപ്പിൽ വന്നിട്ട് ഒരു ഹാപ്പിയസ്റ്റ് പേഴ്സൺ ഇൻ ദ വേൾഡ് എന്നുള്ള രീതിയിൽ സംസാരിക്കുക. അവർക്കിവിടെ വന്ന ശേഷം വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ വന്നു. അവർ മറ്റ് പല രീതിയിലുള്ള വിശ്വാസങ്ങളും ഒക്കെ പൂജയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അത് അവരുടെ 1-2 ക്ലിപ്പിങ്സ് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. അവർ ജോലി ഉപേക്ഷിച്ച് പോകാനും തയ്യാറാണെന്നൊക്കെ അവർ പറയുന്നുണ്ട്. അവർ പോലീസ് ജോലി ഉപേക്ഷിച്ചിട്ടാണെങ്കിലും ഇദ്ദേഹത്തോടൊപ്പം തുറന്ന് പ്രവർത്തിക്കാൻ തയ്യാറാണെന്നൊക്കെ അവർ ഒരു പ്രാവശ്യം അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴവർ ഏകദേശം അത് ഉപേക്ഷിക്കാവുന്ന ഒരു മാനസികാവസ്ഥയിലാണെന്ന് തോന്നുന്നു. പക്ഷേ അങ്ങനെയെങ്കിൽ അവരത് ആദ്യം വിട്ടിട്ട് ഇത് ചെയ്യുന്നതല്ലേ നല്ലത്. കാരണം ഇത് സംസ്ഥാന സർക്കാരിൻ്റെ ഒരു, ഞാനീ പറയുന്നത് നിലവിൽ ഭരിക്കുന്ന സർക്കാരിനെ കുറിച്ചല്ല, സർക്കാർ അതിനൊരു പെരുമാറ്റച്ചട്ടമുണ്ട്. അത് ഉദ്യോഗസ്ഥർ ഇങ്ങനെ ചെയ്യാവൂ എന്നൊക്കെയുണ്ട്. അതിൻ്റെ നഗ്നമായ ലംഘനമാണ്. അതിന് അവർക്ക് അർഹിക്കുന്ന ശിക്ഷാ നടപടി അവർക്കെന്നല്ല, അങ്ങനെ ആര് ചെയ്താലും അവർക്കത് വേണം. ഏതായാലും റീന ജീവൻ എന്ന പോലീസ് ഉദ്യോഗസ്ഥ ആ ശബ്ദ സന്ദേശത്തിൽ പറയുന്ന പോലെ തന്നെ 6 മാസത്തിനുള്ളിൽ റിസൈൻ ചെയ്യുമെന്നാണ് പറയുന്നത്. അതിനു മുമ്പേ തന്നെ കേരള പോലീസ് ഇവരെ പുറത്താക്കണം. കാരണം ഇങ്ങനെയുള്ള ആളുകൾ സേനയിൽ ഇരിക്കുന്നത് ഒട്ടും ഭൂഷണമല്ല. എത്രയും വേഗം തന്നെ റീന ജീവനെ പോലീസിൽ നിന്നും പുറത്താക്കി വേണ്ട നിയമ നടപടികൾ സ്വീകരിക്കേണ്ടതാണ്. കൊച്ചിയിൽ നിന്നും ആർ പിയൂഷ്, മറുനാടൻ മലയാളി.